അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഞങ്ങളതിനെ അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് ആ വിയോജിപ്പുകൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾ വിചാരിക്കണ തർക്കമുണ്ടാക്കി പിന്നെ എന്താണ് മുന്നണിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മൂവ് ചെയ്യാനൊന്നും ഞങ്ങളുണ്ടാവില്ല. അല്ല, മുസ്ലിം ലീഗിൻ്റെ വിയോജിപ്പുകൾ ഞങ്ങൾ അതിനകത്ത് പറയും. പക്ഷേ ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങളായിട്ട് തന്നെ വരിക. അതിനകത്ത് കയറി പിന്നെ ഈ കാര്യങ്ങൾ സമരം ചെയ്യാനല്ല. ഞങ്ങൾ ഈ നാട്ടിൽ വോട്ട് വാങ്ങുന്നത് ഒരു വിശ്വാസിയുടെ വോട്ട്, ഒരു വിഭാഗത്തിൻ്റെ മാത്രം വോട്ടല്ല, എല്ലാവരുടെയും വോട്ട് വാങ്ങി ജയിക്കുന്നവരാണ്. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും. അതിൻ്റെ പേരിൽ മഹാഭൂരിപക്ഷം എടുക്കുന്ന ഒരു തീരുമാനത്തിനെ ഞങ്ങൾ റദ്ദ് ചെയ്യുക. 102 സീറ്റിൽ ഭൂരിപക്ഷത്തിൽ വന്നൊരു സർക്കാരാണ് തീരുമാനം എടുക്കുന്നത്. ഞങ്ങൾ അതിലേക്കൊന്നും അങ്ങനെ പോകാനില്ല. ഞങ്ങളുടെ ഒപ്പീനിയൻ വളരെ ആണല്ലോ. അവർക്ക് എതിർപ്പുണ്ടല്ലോ. അവരെതിർപ്പ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണമല്ലോ. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തതും നമുക്ക് പറ്റാത്തതുമായ പല കാര്യങ്ങളെയും ഒരു സിസ്റ്റത്തിനകത്ത് അങ്ങനെയൊക്കെ ഒരുമിച്ച് പോകുക എന്നുള്ള രീതിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. അതല്ലേ നമ്മൾ വേറെ ആളുടെ മേലിൽ എൻ്റെ ഇഷ്ടത്തെയും എൻ്റെ തീരുമാനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ പറ്റൂല എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതല്ലേ നമ്മുടെ നാട്. അങ്ങനെ ആവണമല്ലോ. ലീഗ് സപ്പോർട്ടീവല്ല. ഞങ്ങൾക്ക് അതിൽ ബിരുദാഭിപ്രായം കൊണ്ടാണല്ലോ സാധിക്കൽ ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ക്യാബിനറ്റിൻ്റെ ആ തീരുമാനത്തിൻ്റെ കൂടെ ഞങ്ങൾ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വിയോജിപ്പുകളുണ്ടാവും. ഞങ്ങൾ വീര്യം കുറഞ്ഞാലും വീര്യം കൂടിയാലും മദ്യം കഴിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവരാണ് ഞങ്ങൾ. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഞങ്ങളതിനെ അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് ആ വിയോജിപ്പുകൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾ വിചാരിക്കണ തർക്കമുണ്ടാക്കി എന്താണ് മുന്നണിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മൂവ് ചെയ്യാനൊന്നും ഞങ്ങളുണ്ടാവില്ല. കേരളത്തിലെ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ വേസ്റ്റ് ഇടാനുള്ള സൗകര്യം അത് കൂട്ടുന്നത് വേസ്റ്റ് ഇടാനുള്ള സൗകര്യം വർദ്ധിപ്പിക്കുന്നത് പരിഗണിച്ച് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ ഈ മാലിന്യ പ്രശ്നത്തിന് കാരണക്കാരുണ്ട്. അപ്പം വ്യക്തികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കൂടുതൽ പിഴ ചുമത്തുന്നതും ഇവിടെ പരിഗണിക്കും. അത് നമുക്ക് പരിഗണിക്കേണ്ട കാര്യമാണ്. ഇപ്പം നിയമങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്താ അറിയോ, ഇപ്പം സത്യത്തിൽ കേരളത്തിലെ വേസ്റ്റ് കണ്ടെത്തി അത് പിക്ക് ചെയ്യുന്നതിൽ ഒരു പക്ഷേ കേരളം ഒരു 80% സക്സസ്ഫുള്ളാണ്. നമ്മളുടെ മെഷീനറി പഞ്ചായത്തുകളിലൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം ഇത് ഡംപ് ചെയ്യുന്നിടത്താണ്. അടിസ്ഥാനപരമായ പ്രശ്നം വേസ്റ്റ് എടുക്കുന്നിടത്തല്ല, വേസ്റ്റ് ഡംപ് ചെയ്യുന്നിടത്താണ്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോഴത്തെ പറയുന്ന സൊല്യൂഷൻസ് ഒന്നും അൾട്ടിമേറ്റായിട്ട് പ്രശ്നം പരിഹരിക്കാവുന്നതല്ല. അതുകൊണ്ടാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ സിസ്റ്റം പുതിയ ആലോചിക്കണം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയേണ്ടത് വേസ്റ്റ് അത് നിങ്ങൾ പറഞ്ഞ ഞാൻ അഡ്രസ്സ് ചെയ്യണു. പക്ഷേ വേസ്റ്റ് എടുക്കുന്നതിലല്ല, വേസ്റ്റ് ഡംപ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ ഇപ്പോഴത്തെ ത്രെട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, കെ-സ്മാർട്ട് ഒരു നല്ല മോഡലാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ പോലും മാതൃകാപരമായിട്ട് നല്ല മോഡലാണ്. ഞങ്ങളതിനെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട്. സ്പീഡ് കുറയണു, പലർക്കും അതിൽ പരാതിയുണ്ട്. അതിനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കണം. അല്ലാതെ അത്ര ഒരു നല്ലൊരു മോഡലിനെ വേണ്ടാന്ന് പറയുന്നത് വളരെ ആത്മഹത്യപരമാണ്. ഒരിക്കലുമില്ല. താങ്കൾ മന്ത്രിയാവുന്ന എപ്പോഴും കരുതുന്നു, കാരണം താങ്കൾ യുക്തിയിൽ നിൽക്കുന്നു, താങ്കൾ കടുത്ത വിമർശകനാണ്, സ്വന്തം പാർട്ടിയിലും അല്ലെങ്കിൽ പാർട്ടിയിലും ഒക്കെ അഭിപ്രായമാണ്. താങ്കൾ എന്തെങ്കിലും മന്ത്രിയാവുമെന്ന് കരുതിയിട്ടുണ്ട്? അങ്ങനെ നമുക്ക് കരുതാവുന്നൊരു സാധനമല്ല. ജനങ്ങളുടെ അഭിപ്രായത്തിൽ എപ്പോഴും ഒരു സംശയാലുവായിട്ടുള്ള ഒരാളായാണ് പൊതുവെ. ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ ജയിക്കുന്ന വിചാരിച്ചിട്ട് മത്സരിക്കാറില്ല. തോൽറ്റാൽ എന്താണ് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമെന്ന് ഞാൻ ആലോചിച്ചിട്ടാണ് ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുക. ജയിച്ചാൽ എന്തെന്നുള്ളത് അല്ല, അത് ഞാനതുകൊണ്ട് അങ്ങനെ മന്ത്രിയാവുമെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല എന്നെ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത്. ഇല്ല, നിലപാടുകൾ അങ്ങനെ തന്നെ പോകണമല്ലോ. മന്ത്രിയാവുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം?